എടാ ആ പെണ്ണിനെ കണ്ടോ, ആ മറ്റേ ബ്രൗൺ മുടി, അവളെ ഊക്കി ഇല്ലാണ്ടാക്കണോടാ ആളിയാ. എന്ത് ചെയ്ത അവളെന്നെ? അവളെന്നെ ഒന്നും ചെയ്തില്ല. അവളാണ് ഈ വണ്ടി ഇറങ്ങിയപ്പോ ആദ്യം കൂവിയോള്. ആണോ? അവളെങ്ങ് പിടിച്ച് വണ്ടി കയറ്റി. നീ കുട്ടി ഒന്ന് നമ്മളോട് വണ്ടി കറങ്ങാൻ വരുന്നെന്ന് ചോദിച്ചിട്ട് നീ എടുത്ത് പോയിട്ട് അതിന്റെ കാരി അടിച്ചോണ്ടിരിക്കുക. കാരി അടിക്കാൻ എങ്ങനെയാ? എപ്പോഴും കിട്ടി കാരി. ഏതാ കുട്ടിയാ? ബ്ലാക്ക് ഡ്രസ് ആണോ? ബ്ലാക്ക് ഡ്രസ് ഇല്ല, വൈറ്റ്. അതിന്റെ പറയുന്നു വൈറ്റോ? ഏത് അരയില് സാമാനം? അതല്ല, ബ്ലാക്ക്. അത് ഫ്രണ്ടിൽ നടന്ന് താഴെ ഇറങ്ങിയത് അത് തന്നെ. താങ്കൾ ഈ വണ്ടിയിൽ ഒരിക്കലും സഞ്ചരിക്കരുത് പ്ലീസ്. ഇല്ല അതിപ്പോ കുട്ടി നമുക്കൊന്ന് ഒരു ഈ വണ്ടിയിൽ ഞാനില്ല. വേറെ വണ്ടി വരുവോ? വരാലോ. എടാ കണ്ണാപ്പി, വേറെ വണ്ടി വരാ. അവള് ഈ വണ്ടി നിന്റെ പൊട്ട വണ്ടിയിൽ ഞാൻ കേറത്തില്ല. വണ്ടി ഇരിക്കണ്ട, ഞാൻ ക്യാരി ചെയ്തോ. വേണ്ട എന്റെ തല പുറത്തു പോകും. നോക്കിയിരുന്നോളാം. നീ വണ്ടിയെ ചവിട്ടിയാ ഞാൻ വെട്ടി വിളിട്ട് കൊല്ലും നിന്നെ, കത്തിക്കുകയും ചെയ്യും. അതെന്നാ ഇതാക്ക്. കണ്ണാ ഓ ഞാനൊരു റൗണ്ട് ഓടിച്ചോട്ടെ ഈ ബീച്ചിൽ കൂടെ? വണ്ടി നൈസാണല്ലോ. പിസ്റ്റൽ ഏത് പിസ്റ്റല്? സ്ലാഷ് ചെയ്ത് അടിച്ചത് അത് വരുന്ന പിസ്റ്റലാണോ നോക്കി? ഹലോ കൊണ്ടോ പാടി കൊണ്ടോ ഇങ്ങോട്ട് കൊണ്ടോടാ. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പേ ഞാൻ നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടല്ല പോന്നെ. ഇന്ന് ചത്താലേ എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലടി. അത്ര ഉള്ളതാളിയാ. എടി നിനക്ക് വണ്ടി അങ്ങ് പുച്ഛമല്ലേ? നിനക്ക് പുച്ഛം. എന്നിട്ട് ആ വണ്ടിയും കൊണ്ടുവരാൻ വണ്ടി കൊണ്ടോ? നീ വണ്ടി കൊണ്ടുപോടി. ചുമ്മാ അല്ലടി പഴസി ബെറ്റർ ഓപ്ഷൻ നോക്കി പോയത്. നിന്നെ പോലെ ഒരു ഫെയിലിയറിനെ നോക്കാതെ, കേട്ടോടി. സത്യം. പഴസിക്ക് ഹൂജ് റെസ്പെക്ട്. അല്ല കുട്ടി സിറ്റുവേഷൻ ലിവിയാണ്. അല്ലെ കുട്ടിയായിരിക്കും ആദ്യം അടിച്ചുകൊല്ലുന്നത്. വെറുതെ നമ്മുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. സ്വന്തമായിട്ട് അതിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കണി. ഇതാണ് പറഞ്ഞത് ഗേൾസിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്നേക്സ് എന്ന് പറയുന്ന ഇതാണ്. ഇതൊക്കെ കണ്ട നീ ചാവാൻ കാത്തിരിക്കുകയാണ് അവളെ. ഓടി തന്നെ നീ വിളിക്കണ്ട. വണ്ടി കൊള്ളാൻ കണ്ണാ. പക്ഷെ ചെലവുണ്ടേട്ടാ. എടാ ബോബോയ്, ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഒരു ലോഡ് ചാണകം കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ കൊണ്ട് കയറ്റി ചാണകം കയറി. അത് നിന്റെ തന്നെയാടി, നിന്റെ തന്നെ ചാണകത്തിന്റെ മണം. വണ്ടിനുള്ളിൽ കയറിണ്ട് നിന്റെ മണം നിനക്ക് തന്നെ അടിക്കും, മനസ്സിലായോ? വണ്ടിയിൽ ഓൾറെഡി പട്ടിക്കാട്ടിലുണ്ടായിരുന്നു. എടാ ഇവിടെ അച്ഛനെ നമ്മള് കുറച്ച് മുമ്പ് കയറ്റിയായിരുന്നു, വണ്ടിക്കകത്ത് കയറ്റിയായിരുന്നു. പുള്ളി നമ്മള് പിക്ക് ചെയ്യാൻ പോയിരുന്നു. പുള്ളി എയർപോർട്ടിൽ നമ്മള് പിക്ക് ചെയ്യാൻ പോയില്ലായിരുന്നോടാ? ഇവിടെ അച്ഛനായിരുന്നു. ആ ഡോബർമാർ ഇവിടെ അച്ഛനായിരുന്നു. എന്താ അവസാനം? നീ ഒരു ചോക്കും ചെയ്യത്തില്ല. നിനക്ക് കൂട്ടാൻ പറ്റുന്ന അത്ര ആൾക്കാരെ ചെറുക്കനും മുതുക്ക് ബീച്ചിൽ കാണും. ഓ മുതുക്കി ബീച്ച് കാണും. രോമത്തിൽ തൊട്ടില്ല. നീ മേളിലോട്ട് വണ്ടി എന്ന് വിളിക്കണ ഒരാളെ ഞാൻ കൊണ്ടുവരൂടാ. നീ ആരെ കൊണ്ടുവന്നിട്ട് എനിക്കൊരു നീ അതില് വളയും. പെട്രോൾ ക്യാൻ ഉണ്ടോടാ? പെട്രോൾ ക്യാൻ
ഉണക്ക വണ്ടിയില് പെട്രോളും ഇല്ല ആ, അതെ. ഉണ്ട്, 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 ഇട്ടുണ്ട്, ഇട്ടുണ്ട്. ആ, അത് നിന്റെ അച്ഛൻ വന്ന് കുടിച്ചു തീർത്തത്. ആ ആടാ ഇതിട്ടടാ ഉള്ളിലിട്ടുണ്ട്, ഉള്ളിലിട്ടുണ്ട്, ഉള്ളിലിട്ടുണ്ട്. ആ സെറ്റടാ അളിയ. ഞാനിപ്പോ വിചാരിച്ചാലടി ഇവിടെ ഒരു ക്യാൻ തന്നെ എനിക്കൊരു ഇത് ഗ്യാസ് സ്റ്റേഷൻ തന്നെ അവന്മാര് കൊണ്ട് തരും. പണിയടി. ഓ നീ പണി പണി. പിന്നെ കണ്ട പട്ടികള് ചലക്കുമ്പോഴത്തേക്ക് നമ്മള് പണിയാൻ നിക്കലടാ പോകുമ്പോ അല്ലടാ പോയി നീലട കേട്ടോടി. കണ്ട പട്ടികളെ ഇറക്കുമ്പോഴത്തേക്ക് നമ്മള് പണിയാൻ നിക്കല്ലേ മുമ്പ്. നമുക്ക് തോന്നുമ്പോ പണിയോടി. ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്, ഓൾറെഡി ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്. ആര്? അത് അത് നീയാ? അത് 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 നീയല്ലേ? ഉണ്ടായിരുന്നു, അവിടെ അത് നീയല്ലേടി? നീയല്ലേടി കൊറേ നേരമായിട്ട് വരയ്ക്കുന്നേ? ഇന്നലെ കുറയ്ക്കുന്ന ആരാന്നൊക്കെ നമ്മള് ഓ കണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കടാ അവള് മറ്റേ വണ്ടി വന്നപ്പോഴത്തേക്ക് എടാ ഇജാതി അസൂയൊക്കെ ഉണ്ടോടാ. എടാ ഇതുവരെ ഫ്രീ സിറ്റിയിലെ ഫ്രീ വണ്ടി മാത്രമുള്ള നീ കഷ്ടപ്പെട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ആ പിള്ളേര് അവള് കഷ്ടപ്പെട്ട ഒരു ബോയ്ഫ്രണ്ടിനെ സെറ്റ് ആക്കി നോക്കി പഴശ്ശിയുടെ അവന്റെ ഒരു 60 കോടിയുടെ കാർ മേടിച്ചിട്ട് അവനെ തേക്കുകയും ചെയ്ത്. അവൻ തേച്ചല്ല അവൻ ഇട്ടേച്ച് പോയതാ. ഫോൺ റേഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫോൺ റേഡിയോ നമ്മൾ വെയിറ്റ് ചെയ്യും. റോബിയാണ് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്താ ഇപ്പൊ ഇവിടെ ഇട്ട് കൊല്ലി. അവളെ കൺവൈൻഡ് അവളെ കൺവൈൻഡ് ചെയ്യടാ. തലയില് തോക്ക് തന്നെയല്ലേ വെച്ചേക്കണേ. കൈവൊക്കടി അങ്ങോട്ട് മര്യാദക്ക് പറയുന്നത് അങ്ങ് കേട്ടാ മതി. നീ കണ്ടിട്ടൂടെ നിനക്ക് കൈപൊക്കിയത്? എന്തൊക്കെയുണ്ട് പിസ്റ്റല് ഹലോ ഹലോ കുട്ടി ഹലോ കുട്ടി ഹലോ 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 കൈ പൊക്കിക്കാൻ പറഞ്ഞ കൈ പൊക്കിക്കണം. റോബിയാണ് കൈ പൊക്കിക്കാൻ പറഞ്ഞ കൈ പൊക്കിക്കണം. ഇല്ലടാ അവളവിടെ നിക്കണം. ഇങ്ങനെ കൈ പൊക്കി തന്നെ കിട്ടും ആനങ്ങല്ലേ. ആ അവളുടെ അഹങ്കാരം അവളുടെ ബാബ. എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ പിന്നെയും കേട്ടോണ്ടിരിക്കും. വണ്ടിയെ കുറ്റം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കത്തില്ല. അല്ല ഇനി നീ കൈതാത്തിയെ കൊല്ലേ. ഇനി നീ കൈതാത്തിയെ കൊല്ലേ. കൊന്ന് കത്തിക്കുകയും ചെയ്യേ. അപ്പൊ ഇത്ര സാധനങ്ങൾ അങ്ങ് പോയി കിട്ടും. ഒന്ന് കത്തിക്കുകയും ചെയ്യും. പെട്രോൾ ക്യാൻ വരെ ഉണ്ട്. നീ എടുക്കുവാണല്ലോ. നിനക്ക് വണ്ടിയെ കളിയാക്കി സൂപ്പറാന്ന് 20 വട്ടം പറ. 20 വട്ടം. കണ്ണാപ്പിയുടെ വണ്ടി പൊളി വണ്ടി സൂപ്പർ വണ്ടി പറ. കണ്ണാപ്പിയുടെ വണ്ടി സൂപ്പറാണ്. ഇവളുടെ ഫോണുണ്ട് നമുക്ക് അതെടുക്കാം. അതാകുമ്പോ പരിചയം വിളിച്ചിട്ട് ബ്രേക്കപ്പ് ഓ നീ പറയാ. ഞാൻ പാസ്വേഡ് പറയില്ലടാ. നീ ഒന്ന് ഓപ്പണാക്കോ. പക്ഷെ ഞാൻ ഇപ്പോഴും സെറ്റാണ്, അതറിയോ? ആര് സെറ്റാണല്ലോ. എനിക്കൊരു ഇതും ഇല്ലടി. നീ വിചാരിക്കണ പോലെ അല്ലാതെ ഞങ്ങളുടെ ബന്ധം. കണ്ടായിരുന്നു മിനിഞ്ഞാന്നാടാ പഴശ്ശികളെ കുറിച്ച് പറയാ ചില്ലറ കുറ്റങ്ങളൊന്നും ഇല്ല. നിന്നെ പോലെയുള്ളവരൊന്നും ഇല്ല വേണ്ട ആരാ വന്നേന്ന് നോക്കാം. വണ്ടി സൂപ്പറാന്ന് 20 വട്ടം പറ. പറയടി അങ്ങോട്ടെ. ജർമ്മൻ കണ്ണാപ്പിയുടെ വണ്ടി സൂപ്പറാണ്. കണ്ണാപ്പിയുടെ വണ്ടി സൂപ്പറാണ്. ജർമ്മൻ കണ്ണാപ്പിയുടെ ചന്ദ്രൻ പറ. ഹലോ വണ്ടി കാണാൻ കൊതിയാവുണ്ടോ? ഇല്ല വണ്ടി ആരും കാണിക്കുന്നില്ല. വണ്ടി അങ്ങോട്ട് ഇല്ല നമ്മൾ ഇന്നലെ പരിപാടി കൂവിവരെ ഒന്നും കാണിക്കുന്നില്ല. ചന്ദ്രു അത് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും ചന്ദ്രൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞതാ വണ്ടി കണ്ടപ്പോ. ഇപ്പൊ വണ്ടിയെ കുറിച്ച് കുറ്റം പറഞ്ഞെടുത്ത് ഇവിടെ ഓസയോ അടിച്ചത് എവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ കൂവിയന്മാരെ ഓരോരുത്തന്മാരായിട്ട് ഇന്ന് ഞാനും ബോബയും പൊക്കും. കണ്ണാപ്പി ഇന്നലെ വന്നവരല്ല നിന്റെ സ്നേഹം. നിന്റെ അതായത് നീ ഇത്ര ഉമ്പിത്തരം കാണിച്ചിട്ട് നിന്റെ സ്നേഹം കൊണ്ട് വന്നവരാണ് ഇന്നലെ. മുട്ടിലിരുന്ന് പറയുന്നുണ്ട്. എല്ലാ പേജിലും കൊണ്ടിട്ട് എക്സ്റ്റാറ്റിലും കൊണ്ടിട്ട് കണ്ണാപ്പി പ്ലീസ് വണ്ടി ഒന്ന് കണ്ണാപ്പി ഇങ്ങനെയാണ് കണ്ണാപ്പി പ്ലീസ് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ. അതിന് മറിച്ച് വേറെ എന്തിട്ടാലും കൊന്നെത്തിക്കും. ഇല്ല ഫിയർ കാണിക്കാൻ പറ്റും. ഫിയർ കാണിക്കാൻ പറ്റും. ഇല്ല ദൈവത്തെ വിളിക്കാം വെയിറ്റ്. സേഫ് സോണിൽ നിന്ന് ടീച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയും.
കുട്ടി ആ വരക്കിപ്പുറം സേഫ് സോൺ അല്ല. സേഫ് സോണിൽ ഗണ്ണ് കൈ വരൂല. സേഫ് സോണിൽ ഗണ്ണ് കൈ വരൂല. സേഫ് സോണിൽ ഇതുപോലെ എന്നെ SRR ഒരു അടിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ കൊണ്ട് പോയപ്പോഴത്തേക്ക് നടന്നില്ല. അതുപോലെ തന്നെ ഈ ഗണ്ണ് എവിടെ വരുന്നോ കുട്ടി ഗണ്ണ് എവിടെ വരുന്നോ അവിടാണ് ഇവിടെ സേഫ് സോൺ. മനസ്സിലായോ? ഒന്ന് പോടി. ഇവിടെ എക്സാറ്റിഡ് കണ്ണാപ്പി പ്ലീസ് വണ്ടി ഒന്ന് ഓടിക്കാ ഇട്. ഉച്ചക്ക് ആമ്പിള്ളേര് കഷ്ടപ്പെട്ട് ഒരു വണ്ടി ഇറക്കുമ്പോ ഇവൾക്കൊന്നും അറിഞ്ഞൂടാ. ഇവളിന്നെ കൂയില്ലാതെ ഞാൻ ഇവളെ കൊണ്ടുപോയില്ല. ഇവൾക്ക് അഹങ്കാരം. ഇവൾക്ക് ഇന്ന് സിറ്റിയിൽ ഉച്ചക്ക് വന്നപ്പോഴത്തേക്കടാ ഇവൾക്ക് അങ്ങ് ഞാൻ എന്റെ മൂടപ്പ ശരിയല്ലായിരുന്നു. ഞാൻ അങ്ങ് വിട്ട് ഞാനങ്ങ് ഒഴിവാക്കി. ഈ ഡടി അങ്ങോട്ടെ നീ ഇടും. വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ ആഡ് ചെയ്താ കൊല്ലും. ഒന്ന് കത്തിക്കും. നീ ഇപ്പൊ മര്യാദ ഇട്ട് കഴിഞ്ഞാൽ കണ്ണാ വണ്ടി ഓടിക്കാൻ തരുമോ? ഓക്കെ വെയിറ്റ്. മര്യാദയുള്ള കുട്ടിയാണടാ. എന്റെ 1088 രൂപയും ഫോണും പെട്രോൾ ക്യാനും എല്ലാം തരൂല. അതൊക്കെ അത്ര പിന്നെ ചന്ദ്രേന്ദ്ര വിചാരിച്ചു. ഇന്നലെ കൊറേ പേര് വന്നു കണ്ടോൾമാർക്കൊന്നും ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുക്കൂല. എന്താ കണ്ണാപ്പി ഇങ്ങനെയൊക്കെ പറയണം? ഒരാള് ആഗ്രഹത്തോടെ വെയിറ്റ് അവിടേക്ക് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും കൊടുത്തേരെ. ആഗ്രഹത്തോടെ ചോദിക്കണല്ലേ കണ്ണാപ്പി? നിന്റെ ഐഡി എത്ര? ബോസിന്റെ 161. നീ കൊടുക്കുന്നില്ല. വെയിറ്റ് ഇനി ഇവളുടെ ചത്ത ഫോണുണ്ട്. അത് ഏത് ഫോണാന്ന് നോക്കട്ടെ. ഇതില് എന്റെ ഫോൺ ഐഫോൺ ആണ്. എടാ ആ റക്കമുള്ള പാസ്വേഡ് എന്തായിരിക്കടാ പോയി അതുകൂടെ കണ്ടുപിടിച്ചിട്ട് പോവാ. അല്ലല്ല ഈ കൊച്ചു FRP കാണിച്ചിട്ടായിരുന്നു. അത് ഇപ്പൊ ഓക്കെ നേരത്തെ അതിനെ വിളിച്ചായിരുന്നു. ഓക്കെ ബോബോ എടാ. ഹലോ ബോബോയ്. എടാ ആ റക്കമുള്ള നമ്പർ എടാ. അവളുടെ എന്തായിരിക്കും അവളുടെ ഇത്? അല്ല അവളെ കൺവെന്റ് ചെയ്ത് പറഞ്ഞു പോരെ. പറയടി ഫോണിന്റെ പാസ്വേഡ് പറയടി. ഫോണിന്റെ പാസ്വേഡ് പറയടി. ഫോണിന്റെ പാസ്വേഡ് പറ. ഫോർവേഡ് പാസ്വേഡ് എടുത്താ മതിയല്ലോ. അതേപോലെ നിനക്ക് കുഞ്ഞ് പാസ്വേഡ് കിട്ടൂല. ഇപ്പൊ പാസ്വേഡ് പറഞ്ഞാൽ അത് അടിച്ചിട്ട് തരും. കുഴപ്പമില്ല എനിക്ക് വേണ്ട. അപ്പൊ നീ അടിച്ചോടാ. 112233 അടിച്ചു നോക്കിയടാ. 112233 വെയിറ്റ്. 11223344. ഇല്ല അതല്ല 1 2 3 4 5 6 7 8 9. പാസ്വേഡ് പറ. കൊല്ലുവേ പാസ്വേഡ് പറ. ദൈവത്തെ വിളിച്ചാ പോരെ. എന്നോട് വിളിക്കാം. ദൈവത്തെ വിളിച്ചാ പോരെ. ഞാൻ എല്ലാ നമ്പറും പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല പാസ്വേഡ്. പാസ്വേഡ് പറ. 136263. അതല്ല 136233 136 അല്ല 263 136 ഓക്കേ. അല്ല പറ. നിന്റെ പാസ്വേഡ് അടിച്ചു നോക്കി. നിന്റെ ആണോ നോക്കിയാ ഫോൺ? അല്ല എന്റെ ഫോണല്ല. നിന്റെ ഫോൺ തന്നെ. എന്റെ ഫോണിന് പാസ്വേഡ് അല്ല. അതുമല്ല ഞാൻ നേരത്തെ ആദ്യമേ അതൊക്കെ അടിച്ചു നോക്കി. പിന്നെ ഏത് പാസ്വേഡ് അല്ല? ഇത് തന്നെ തോന്നുന്നു. ഇത് അല്ലേ 0987654. ബാക്കിലോട്ട്. എന്താണ് അവള് പറഞ്ഞേ? എന്തുവാ പറ. 987643 76554. അല്ല ഇവരുടെ പിള്ള കളിക്കല്ലേ. നമുക്ക് സമയമില്ലേ. എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് നമ്പർ അറിയില്ല. അയ്യോ ആണോ? വെയിറ്റ് മെയിൽ അങ്ങ് പറ. മെയ്ത് പറ. ഫോർവേഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. മെയ്ത് പറ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ പുതിയ മെയിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വേറൊരു മെയിൽ തുടങ്ങി.
അങ്ങനെ ഉണ്ടായിട്ടാണ് എന്റെ 3ാമത്തെ ഫോണാണിത്. എനിക്ക് പോലും അറിയില്ല എന്റെ മെയിലും പാസ്വേഡ് എന്താന്ന്. എന്നിട്ടാണ് എന്നോട് തന്നെ ചോദിക്കണേ. നാളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാന്ന് പോലും എനിക്ക് അറിയില്ല. ഈ ഫോൺ കൈ വെച്ചേക്കടാ. ഇന്ന് നമുക്ക് മൊത്തം പാസ്വേഡ് ഇന്ന് ഇരുന്നുള്ള നമ്പർ ഫുള്ള് ക്രാക്ക് ചെയ്ത് അടിച്ചു നോക്കാം. എവിടുന്നേലും കിട്ടുമല്ലോ. ആ കിട്ടിയടാ. വെയിറ്റ്. തുറന്നാ ഫോൺ തുറന്നു. ഓടിയെന്നെ നീ പാസ്വേഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചാ. എന്നിട്ട് കടമോനെ വണ്ടി പൊതുദർശനം വെക്കാൻ പറ്റുമോ? എന്തിനാണ് ഇന്നലെ കൂവി എന്തിനായിരുന്നു? ഹലോ ഹലോ പൈസയല്ല ഞാനാ ചന്ദ്രനാ. എടാ അതെ എടാ കണ്ണാപ്പി മലയാള മണ്ടേ കൈവക്കി പോണ്ടേ. എടാ കണ്ണാപ്പി ഞാനടാ ചന്ദ്രനടാ പട്ടി കഴുകറ മോനെ. ആ എടാ നിന്റെ വണ്ടി പൊതുദർശനത്തിന് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാട്ടാ. ഇല്ലല്ല അത് വെച്ചാൽ നല്ലായിരിക്കും. ആൾക്കാർക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് കാണല്ലേ വണ്ടി വെച്ചാൽ അതെല്ലാം ശരിയാക്കിയാ മറ്റേ സംഭവങ്ങള് ടെക്സ്ചറിന്റെ സാധനങ്ങളെല്ലാം ശരിയാക്കിയ. നാളെ വരത്തുള്ളൂ. ഇപ്പൊ പഴയ വണ്ടിയല്ലേ ഇപ്പം? പഴയ വണ്ടി. ശരി നീ ആ കൊച്ചിനെയും വിളിച്ച് അവനെയും വിളിച്ച് അവനെ അടിച്ച് ഇനി ഗ്യാങ് വറാക്കെ. ശരി ഓക്കെ. നിന്റെ ഫോൺ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തിനാടാ ഇവിടെ ഫോൺ? എനിക്ക് ഫുഡ് വേണേ. ഫുഡ് തന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഞാൻ നിന്റെ പഴശ്ശേട്ടയല്ല നിനക്ക് 24 മണിക്കൂർ ഫുഡ് തന്ന് തീറ്റിച്ചോണ്ടിരിക്കാൻ. പോയ ചാവുക ജീവിക്കുക എന്താ വണ്ടി കയറ പോയി. നീ വണ്ടി കയറത്തില്ലല്ലോ അതുകൊണ്ടാ നിന്നെ കൊണ്ടുവന്നത്. അയ്യോ ഇനിയിപ്പോ എങ്ങനെ വരും? എടാ അവളോട് ചോദിക്കും താല്പര്യം ചോദിച്ചേ. വണ്ടി കയറാൻ താല്പര്യമുണ്ടോ? ഇല്ല ഞാൻ നടന്നു വന്നോളാം. പെട്ടെന്ന് ഓടിക്കോ. അടുത്ത ആള് കൂയ ലിസ്റ്റ് നമ്പർ 2 എടുത്തോ. ആരാ? മാസ്ക് ഇട്ട് ചന്ദ്രനെ പൊക്കണം. ചന്ദ്രനെ പൊക്കിയിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രൻ ഒന്നും ചെയ്തു തരൂല നമുക്ക്. ആണാ? ഒന്നും ചെയ്യില്ല. നമുക്ക് ദൂരെ നിന്ന് അടിച്ചാ മതി ചന്ദ്രനെ. അത് വേണേ ചെയ്യാം. ദൂരെ നിന്ന് അടിച്ചിട്ടോടാ. ഇതിപ്പോഴേ മെറ്റ പോവാടാ. ഇല്ല മന്ദാരത്തെ പിടിക്കാം. മന്ദാരം കൂവിയായിരുന്ന മന്ദാരോ? അവൻ കൂവി നാട്ടിച്ച് അവിടെ ഇരുന്ന്. അപ്പൊ പോട്ടെ.